നമസ്കാരമുണ്ട്. മാർക്കോ എന്ന് പറഞ്ഞ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ 35 കോടിക്ക് മുകളിൽ ഞായറാഴ്ചത്തെ ദിവസം കൊണ്ട് കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഏകദേശം തിങ്കളാഴ്ചത്തെ കളക്ഷൻ വരുമ്പോൾ 40 കോടിയോളം സിനിമ നേടുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ടാണ്, അതായത് ടോപ്പ് സിനിമയായിട്ടാണ് മാർക്കോ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മാർക്കോവിൻ്റെ കൂടെ തന്നെ 2-3 സിനിമയും കൂടി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു അത്രയും വലിയൊരു പബ്ലിസിറ്റിയും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ മറ്റുള്ള സിനിമകൾക്ക് മാർക്കോ കാരണം മറ്റുള്ള സിനിമകൾക്ക്, ഉദാഹരണം സുരാജ് വെഞ്ഞാറമൂട് നായകനായി വന്ന ED എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമകൾക്കൊക്കെ ഒരു കളക്ഷനിലായാലും തിയേറ്ററിലേക്ക് ആളുകൾ കയറുന്നതിലായാലും കുറവുകൾ സംഭവിക്കാൻ കാരണമായിട്ടുണ്ടോ എന്നുള്ളതിന് ഒരു ചെറിയൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സത്യത്തിൽ ED എന്ന് പറയുന്ന സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആ ഒരു സിനിമ ഞാൻ ഇന്ന് കണ്ടപ്പോൾ ഒരു ആവറേജ് അഭിപ്രായമാണ് ആ ഒരു സിനിമയ്ക്ക് എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിലും കൂടിയിട്ട് സിനിമ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ്, ഫാമിലിക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. പിന്നെ ഒരു സൈക്കോ കഥാപാത്രമാണ് സുരാജ് വെഞ്ഞാറമൂട് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വന്തം കുടുംബത്തിനെ തന്നെ വലിച്ചു കീറുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് അത്രമാത്രം താല്പര്യമായില്ല എന്ന് കൂടി വേണമെങ്കിൽ പറയാം. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ED എന്ന് പറയുന്ന ഒരു സിനിമ അത്ര നല്ലൊരു കഥയായിട്ടും അല്ലെങ്കിൽ നല്ലൊരു സിനിമയായിട്ടൊന്നും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഒരു ജനറേഷൻ്റെ ഇടയിൽ വലിയൊരു ഹിറ്റിലേക്ക് പോകാൻ കൂടുതൽ ചാൻസ് വന്നത് ജനറേഷൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഫാമിലി എൻ്റർടൈൻമെൻറ്റുകളല്ല. അതിന് ഉദാഹരണം തന്നെയാണ് ഫഹദ് ഫാസിലിൻ്റെയൊക്കെ ആവേശം എന്ന് പറയുന്ന സിനിമയൊക്കെ. സ്റ്റോറി ഒന്നും ഇനി ആളുകൾക്ക് താല്പര്യമില്ല, ഫുള്ള് മാസ് അല്ലെങ്കിൽ അടി തല്ല് വെട്ടും കൊല എന്നുള്ളതാണ് ഒരു ജനറേഷൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായങ്ങളാണ് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്നും നേടാൻ സാധിച്ചത്. അപ്പോൾ എന്തൊക്കെയോ ഇതുവരെ കാണിക്കാത്ത അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഡയലോഗുകളുണ്ട്, അതായത് ഇന്ത്യൻ സിനിമ ഇതുവരെ കാണിക്കാത്ത കുറേ ഭാഗങ്ങൾ ഈ സിനിമയിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അത് പറയുമ്പോൾ തന്നെ പൊതുവേ പ്രേക്ഷകർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു താല്പര്യം ഉണ്ടായിരിക്കും എന്താണ് ഈ സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണാൻ. അപ്പോൾ അങ്ങനെ അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് മറ്റുള്ള സിനിമകൾ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമകളുടെ ചെറിയൊരു വീഴ്ചകളും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന വലിയൊരു സിനിമ അല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ കാരണം മറ്റുള്ള സിനിമകൾക്ക് അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പേഴ്സണലി പറഞ്ഞത്. അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് വലിയൊരു സംഭവമായിട്ട് ചിത്രീകരിച്ചിട്ട് അതിനെ ഒരു പ്രമോഷനും ജനങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തത് കൊണ്ട് തന്നെയാണ് മാർക്കോ സിനിമ ഇപ്പോൾ വലിയൊരു സംഭവമായിട്ട് എല്ലാവരും പോയി കാണുന്നത്. അപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക.